ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. മൈ എഡ്യൂക്കേഷണൽ ജേർണി. ഏറ്റവും കൂടുതൽ തവണ അപ്രിസിയേഷൻ കേട്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഇൻസൾട്ട് കേട്ടിരിക്കുന്നതും എൻ്റെ എഡ്യൂക്കേഷണൽ ജേർണിയിൽ തന്നെയായിരുന്നു. ലെറ്റ്സ് ബിഗിൻ. മൈ സ്കൂൾ ജേർണി വാസ്, എൻ്റെ അച്ഛൻ ഡിഫൻസിലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുനാളിലൊക്കെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ഫുള്ള് കറക്കം. അത് കഴിഞ്ഞൊരു 3rd സ്റ്റാൻഡേർഡ് മുതൽ 12th സ്റ്റാൻഡേർഡ് വരെ ഐ സ്പെൻഡ് ഇൻ കേരള. സോ ഓൾമോസ്റ്റ് മൈ സ്കൂളിംഗ് വാസ് ഡൺ ഇൻ കേരള ഓൺലി. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ വിശ്വഭാരതി പബ്ലിക് സ്കൂളിലായിരുന്നു. ആൻഡ് ദോസ് വെർ ദ ഡേയ്സ്. മേ ബി വിശ്വഭാരതിയിൽ ആ ഒരു ജേർണി തന്നെയായിരുന്നു ആക്ച്വലി എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. 4th സ്റ്റാൻഡേർഡിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഓൺ ആക്ട് ചെയ്യുന്നത്. വെറുതെ ഒരു തമാശയ്ക്ക് സ്കൂളിൽ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നു, യൂത്ത് ഫെസ്റ്റിവലിന് ചെയ്യുന്നു, പ്രൈസ് കിട്ടുന്നു. പിന്നീടുള്ള എല്ലാ വർഷങ്ങളും ഞാൻ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ പാട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പാടും. ആരിനി എന്ത് പറഞ്ഞാലും ഞാൻ പാടും. സ്പോർട്സിന് എനിക്ക് ABCD അറിയില്ലെങ്കിൽ ഞാൻ സ്പോർട്സ് ചെയ്യുമായിരുന്നു. I was so much active in all the co-curricular activities and equally I was studious also. ഞാൻ നല്ലോണം പഠിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞത്. കാരണം എനിക്ക് പേടിയായിരുന്നു. വീട്ടിൽ നിന്ന് ഈ പണ്ടത്തെ ഒരു സ്റ്റീരിയോടിപ്പിക് ഒരു ഇതില്ലേ, മാർക്ക് പറഞ്ഞാൽ വീട്ടിൽ നല്ല വഴക്കൊക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ മെയ്ഡ് ഷുവർ ദാറ്റ് ഞാൻ എത്ര co-curricularൽ ആക്റ്റീവ് ആണെങ്കിലും മൈ മാർക്സ് വിൽ ബി ഗുഡ്. ആൻഡ് 12th വരെ ഞാൻ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആൻഡ് പണ്ടത്തെ ആക്ച്വലി ഇതൊരു ആചാരമാണല്ലോ. നമ്മുടെ കുട്ടി നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കാക്കണമെങ്കിൽ നമ്മുടെ കുട്ടി ഒന്നെങ്കിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എൻജിനീയർ ആവണം. ഓക്കെ. ഞാൻ പണ്ടേ മറ്റേ സ്റ്റെതസ്കോപ്പ് ഇട്ട് നടക്കുന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് എന്നെ ഇപ്പോഴും കളിയാക്കാറുണ്ട് ചിലർക്ക്. ഞാൻ പണ്ട് കൊച്ചിലെ പറയുമായിരുന്നു ഹോസ്പിറ്റലിൽ കിട്ടണമെന്ന്. 10th എല്ലാത്തിനും എനിക്ക് A+ ആയിരുന്നു. 10th കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും ബയോമാത്സ് എടുക്കുന്നു. ഞാനും എടുത്തു, കാരണം മാർക്കുണ്ടല്ലോ. ഞാൻ CBSE പഠിച്ചത്. 10th 12th എല്ലാം CBSE തന്നെയായിരുന്നു. സോ ഈ CBSEയിൽ പഠിച്ച കുട്ടികൾക്ക് അറിയാമായിരിക്കും, നമ്മൾ ഈ സ്റ്റേറ്റിൽ പഠിച്ച എല്ലാ കുട്ടികളും ഇന്നും പണ്ടും സ്ഥിരം നമ്മൾ കളിയാക്കുന്നതാണ്, CBSE മറ്റേ സ്പൂൺ ഫീഡിങ് ആണ്. ടു ആൻ എക്സ്റ്റെൻറ്റ് ഐ അഗ്രി ദാറ്റ് 10th വരെയൊക്കെ അല്ലെങ്കിൽ 8th വരെയൊക്കെ ഇറ്റ് ഈസ് സ്പൂൺ ഫീഡിങ്. പക്ഷെ 11th and 12th NCERT ടെക്സ്റ്റാണ് നമ്മുടെ സ്റ്റേറ്റിന് കൊടുക്കുന്നത്. അത് നിങ്ങളത് മനസ്സിലാക്കണം, ആ സത്യം. ആൻഡ് ആ ടെക്സ്റ്റിൽ നമുക്കുള്ള ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു എക്സാം ഒരു രീതി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ്സ് വെരി ആക്ച്വലി ഡിഫിക്കൾട്ട്. അത് പഠിച്ച പിള്ളേർക്കൊക്കെ അറിയാം. സോ സ്കോറിങ് ഹൈ മാർക്സ് ഇൻ CBSE 12th ഇസ് സംതിങ് വാവ്. സോ ഐ സ്കോർഡ് 89% in 12th CBSE, which was actually a good score. But അതെൻ്റെ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അങ്ങോട്ട് പ്രശ്നമായി. നോ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പേടിച്ചു. എന്നിട്ടാണ് ഞാൻ മെഡിക്കലിലേക്ക് ഇറങ്ങുന്നത്. മെഡിക്കലിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പാലയിൽ ബ്രില്യൻറ്റിലാണ് എൻട്രൻസ് കോഴ്സ് ചെയ്തത്. അത് അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നെ, മറ്റേ നമ്മുടെ ശാന്തി ഓശാനയിലെ നസ്രിയുടെ അതേ അവസ്ഥയായിരുന്നു എനിക്ക്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടി കിട്ടിയാൽ മതിയായിരുന്നു. കാരണം അവിടുത്തെ ഓരോ കുട്ടികൾക്ക് പഠിക്കുന്ന രീതി ഡിഫറെൻ്റ് അല്ലേ. സോ എനിക്കത് കുറച്ച് ഡൈജസ്റ്റീവ് അല്ലായിരുന്നു. സോ അപ്പത്തിന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഞാൻ പേടിച്ചു പോയി. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഒബ്വിയസ്ലി ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത്രയും മാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഞാൻ ആദ്യമായി ഒരു തോൽവി ഫേസ് ചെയ്തപ്പോഴത്തേക്കും ഐ വാസ് മച്ച് ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി ലൈക്ക് മൈ ഫാദർ ഇസ് മൈ വീക്കസ്റ്റ് പോയിന്റ്. എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, അമ്മേനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല. 2018 നീറ്റ് എക്സാം ഞാൻ വളരെ മോശമായിട്ട് എഴുതി. അപ്പോഴാണ് എൻ്റെ ലൈഫിൽ അടുത്ത ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. കോളേജിൽ ജോയിൻ ചെയ്യണമല്ലോ. കുറേ പേര് എന്നോട് പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. ബട്ട് എനിക്കതൊന്നുകൂടെ അത് അനുഭവിക്കാനുള്ളൊരു ധൈര്യം അന്ന് ഉണ്ടായിരുന്നില്ല. ഐ വാസ് ഗുഡ് അറ്റ് ബയോളജി താങ്ക്സ് ടു മൈ സൗമ്യ മാം. ബയോളജി ഞാൻ ഇന്നും എൻ്റെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യാൻ കാരണം ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹെർ. ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരം തെറ്റാണ്ട് വിളിക്കാൻ പറ്റിയ അധ്യാപക എന്നൊക്കെ പറയില്ലേ, അത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ടീച്ചറാണ്. സോ ദാറ്റ് ലെറ്റ്സ് ചൂസ് സംതിങ് പ്രൊഫഷണൽ കോഴ്സ് റിലേറ്റഡ് ടു ബയോ. സോ ദേർ കെയിം അഗ്രികൾച്ചർ. സീനിയർ ആയിട്ടുള്ള ഒരാൾ, വൺ ഓഫ് മൈ ബ്രദർ, ഹീ ടോൾഡ് മീ ദാറ്റ് മേഘ, പഞ്ചാബിൽ LPU എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, നീ അതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ഇഫ് യു ആർ ഗെറ്റിംഗ് ഗോ ദെയർ. അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. യു വിൽ ലവ് ഇറ്റ് ആൻഡ് എക്സ്പ്ലോർ യുവർ സെൽഫ്. ഇനി തോറ്റു പോകരുത്, കാരണം നിന്നെ ഇത്രയും ലൈക്ക് സ്കൂൾ ടൈമിൽ കണ്ടിട്ട് ഇത്രയും ഡൗൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. സോ പ്ലീസ് ജസ്റ്റ് കം ബാക്ക് എന്നുള്ളത്. ആൻഡ് രണ്ടും കൽപ്പിച്ച് ഞാൻ LPUവിൽ അഡ്മിഷൻ കൊടുക്കുന്നു. LPUവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതൊരു വലിയ കഥയാണ്.